നേരം 5 വയറ്റിലെ കാളൽ കൂടിക്കൂടി വരാണ്. ഇന്ന് വീട്ടിൽ ചെന്നാൽ അടി ഉറപ്പ്. അച്ഛൻ നല്ല കലിപ്പിലാകും. നാശം പോകണ്ടായിരുന്നു. നാളെ സ്കൂളിലെ ആർട്സിന് ഒപ്പന ടീമിനുള്ളതിനാൽ വള മേടിക്കാൻ പോയതാണ്. സ്കൂൾ വിട്ടാൽ എവിടെയും കറങ്ങാതെ വീട്ടിലേക്ക് സ്ട്രെയിറ്റ് വന്നേക്കാമെന്ന അച്ഛൻ്റെ ഓർഡർ. എന്നാൽ ഇന്ന് തൻ്റെ കഥ കഴിഞ്ഞത് തന്നെ. ഓരോന്ന് ചിന്തിച്ചിരുന്ന് സ്റ്റോപ്പ് എത്തിയതറിഞ്ഞില്ല. തനു ബസ്സിൽ നിന്നും മെല്ലെ ഇറങ്ങി പേടിച്ചരണ്ട് വീട്ടിലേക്ക് നടന്നു. അച്ഛൻ രാത്രി 8 മണിയാകും വരാൻ. അപ്പോഴേക്കും കിടന്നുറങ്ങണം. അവൾ വീട്ടിലേക്ക് കയറി അമ്മ എടുത്തു വെച്ചിരുന്ന ഭക്ഷണം എടുത്ത് കഴിച്ചു. അച്ഛൻ വന്നാലുണ്ടാകുന്ന പുകിലുകൾ ആലോചിച്ച് കിടക്കയിൽ ഇങ്ങനെ കിടന്നു. താൻ മയങ്ങിപ്പോയത് അറിഞ്ഞില്ല. ഹേ, പൊടുന്നതിനെ മുഖത്ത് വീണ അടിയിൽ ഞെട്ടിയാണ് എണീറ്റത്. ബസ്സിലെ കിളി പറഞ്ഞാണ് തനു ടൗണിലേക്ക് പോയത് അച്ഛൻ അറിഞ്ഞത്. വീട്ടിൽ വന്നതും ആ ദേഷ്യം അങ്ങ് തീർത്തു. അവളുടെ കണ്ണിൽ നിന്നും കണ്ണീർ ധാരധാരയായി ഒഴുകിക്കൊണ്ടിരുന്നു. എന്തൊക്കെയോ പുലമ്പിക്കൊണ്ട് അച്ഛൻ മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയി. അന്ന് ആരും തനുവിന്റെ അടുത്തേക്ക് വന്നില്ല. കരഞ്ഞു തളർന്നങ്ങനെ ഉറങ്ങിപ്പോയി. രാവിലെ എണീറ്റത് സാധാരണ സംഭവിക്കാറുള്ള ഒരു പുലരിയിലേക്ക് തന്നെയായിരുന്നു. വീട്ടിൽ മിണ്ടാമ്പൂച്ചയായിരുന്നെങ്കിലും സ്കൂളിൽ ജഗജില്ലാടിയായിരുന്നു അവൾ. ഒരുപാട് കൂട്ടുകാരുമൊക്കെയായി തനു അങ്ങനെ രസിച്ചു നടന്നു. ഒരുപാട് കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഒരു ഉറ്റ സുഹൃത്ത് പോലും അവളുടെ മനസ്സിൽ സ്ഥാനം പിടിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ തനുവിന്റെ വീട്ടിലെ അവസ്ഥയൊന്നും ആർക്കും പരിചിതമല്ലായിരുന്നു. ചെറുപ്പം മുതലേ ഒതുങ്ങി ജീവിച്ചിരുന്ന അവളുടെ ജീവിതം +2 പൂർത്തീകരിക്കുന്നവരെ അങ്ങനെ തന്നെ തുടർന്നു. വീട്ടിൽ നിന്നും അകന്നു നിൽക്കണമെന്ന അതിയായ ആഗ്രഹം മൂലം അവൾ യൂണിവേഴ്സിറ്റിയിലാണ് അഡ്മിഷൻ എടുത്തത്. മെറിറ്റിൽ കിട്ടിയ സീറ്റ് ആയതിനാൽ അച്ഛനും ഇതിനൊന്നും പറഞ്ഞില്ല. എന്നാൽ ഹോസ്റ്റലിൽ നിൽക്കാനുള്ള അനുമതി തൽക്കാലം അച്ഛൻ നൽകിയില്ല. പിന്നീട് KSRTC ബസ്സിലെ യാത്ര അവൾക്ക് സുപരിചിതമായി. കോളേജിൽ അത്രയധികം കൂട്ടുകാരൊന്നും തനുവിനുണ്ടായില്ല. പോരാത്തതിന് ബോട്ടണി ഡിപ്പാർട്ട്മെന്റ് വിചാരിച്ചതിലും സ്ട്രിക്റ്റുമായിരുന്നു. പോകെ കോളേജ് ലൈഫ് മോൾക്ക് മടുത്തു തുടങ്ങി. ജീവിതം താൻ ആഗ്രഹിച്ച ഒരു രീതിക്കും പോയില്ലെന്ന് മാത്രമല്ല, ദിവസേന മോശമായിക്കൊണ്ടിരുന്നു. അങ്ങനെയിരിക്കെ വീട്ടിൽ നിന്നും അച്ഛൻ്റെ സ്ഥിരം ലഭിക്കാറുള്ള നീണ്ട ഉപദേശവും കേട്ട് ഭ്രാന്ത് പിടിച്ച് ഓരോന്ന് ചിന്തിച്ച് നടന്ന് കഷ്ടിച്ചാണ് ഒരു വിധത്തിൽ ബസ് പിടിച്ചത്. ദിവസേന വീട്ടിലുണ്ടാകുന്ന അടിയും വഴക്കും എല്ലാം കൂടെ ആലോചിച്ചങ്ങനെ ഇരുന്നു. കണ്ണിൽ നിന്നും അറിയാതെ ഉതിർന്ന കണ്ണുനീർ തുള്ളി കയ്യിലെ തുവാല കൊണ്ടൊപ്പിയപ്പോഴായിരുന്നു ആ ചോദ്യം. താൻ ഓക്കെ അല്ലടോ? സത്യത്തിൽ ഒന്ന് ഞെട്ടിപ്പോയി. കാലങ്ങളോളമായി അങ്ങനെ ഒരു ചോദ്യം അറിയാതെ പോലും അവൾ ആഗ്രഹിച്ചിരുന്നു. ചെറുതായൊന്ന് വലത്തോട്ട് തല ചെരിച്ചു നോക്കി. തന്റെ തൊട്ടടുത്ത സീറ്റിലിരിക്കുന്ന ചെറുപ്പക്കാരനായിരുന്നു ആ ചോദ്യം എറിഞ്ഞത്. 10-25 വയസ്സ് പ്രായം കാണും. ചെറിയ വികാരഭരിതമായ കണ്ണുകൾ, ഭംഗിയായി ഒതുക്കി ചീവി വെച്ച മുടി, ചുണ്ടിലെ വിരിഞ്ഞ നിഷ്കളങ്കമായ പുഞ്ചിരി. ആ ചിരിയെ കൂടുതൽ ഭംഗിയാക്കാൻ വിധം മുല്ലപ്പൂ മൊട്ട് പോലത്തെ പല്ലുകൾ, വിരിഞ്ഞ മൃദുലമായ അധരങ്ങൾ കറുത്ത കട്ടി വീശി ചെറുതായി പിരിച്ചു വെച്ചിരിക്കുന്നു. എന്തോ കണ്ട മാത്രയിൽ അറിയാതെ ഒരു നിമിഷം അവൾ അവനെ ഒന്ന് മിഴിച്ചു നോക്കിപ്പോയി. പിന്നീട് മനസ്സിലാകാത്ത വിധം പെട്ടെന്ന് നോട്ടം പിൻവലിച്ചു. ചോദ്യത്തിന് മറുപടി ഒന്നും ലഭിക്കാത്തത് കൊണ്ട് അവൻ അവളുടെ മുഖത്തിന് മുന്നിലൂടെ ഒന്ന് കൈ വീശിയ ശേഷം ഒന്നും കൂടെ ചോദിച്ചു. ഹലോ, തന്നോട് തന്നെയാ ചോദിച്ചേ, താൻ ഓക്കെ അല്ലേ? ആ അതേലോ, ഞാൻ ഓക്കെയാണ്. അവൾ ചെറിയ ചമ്മലോടെ ഒരു ചിരി പാസാക്കി ശേഷം പുറത്തേക്ക് വെറുതെ നോക്കിയിരുന്നു. യൂണിവേഴ്സിറ്റിയുടെ മുന്നിലത്തെ സ്റ്റോപ്പിൽ ആ ചെറുപ്പക്കാരൻ ഇറങ്ങുന്നത് അവൾ ഇടങ്കണ്ണിട്ട് നോക്കിക്കൊണ്ടിരുന്നു. പിന്നീട് അദ്ദേഹം തന്നെ നോക്കുന്നുണ്ടെന്ന് തിരിച്ചറിഞ്ഞതും ഇളിഭയായി താഴോട്ട് നോക്കിയിരുന്നു. അന്ന് സാധാരണ ഉണ്ടാകാറില്ലാത്ത ഒരു തെളിച്ചം അവളുടെ കണ്ണുകളിൽ പ്രകടമായിരുന്നു. സാധാരണ നേരത്തെയാണ് തനുവിന്റെ ഉറക്കം. അന്നെന്തോ എത്ര ശ്രമിച്ചിട്ടും അവൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. എന്നാൽ എന്താണ് കാരണമെന്ന് എത്ര ആലോചിച്ചിട്ടും അവൾക്ക് ഒരു ഇത്തും പിടിയും കിട്ടിയില്ല. ഏറെ വൈകിയ ഏതോ ഒരു വേളയിൽ താൻ നിവർത്തി വെച്ച വാരികയ്ക്ക് മുകളിൽ ഒരു നിമിഷത്തെ നേർത്ത സ്വപ്നത്തിൽ അവൾ മിഴികൾ പൂട്ടിക്കിടന്നു. അമ്മയുടെ അലറലും കേട്ടാണ് അവൾ എണീറ്റത്. ഉറക്കച്ചടവോടെ അവൾ ക്ലോക്കിലേക്ക് മെല്ലെ എത്തി നോക്കി. ക്ലോക്കിലെ സമയം കണ്ട് അവൾ ആകെ അമ്പരന്നു. എന്നിട്ട് അടുക്കളയിലേക്ക് ഓടടാ ഓട്ടം. 8:30 തന്റെ ബസ് പോയിരിക്കുന്നു. ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ നിൽക്കുമ്പോഴാണ് അമ്മയുടെ വക ചീത്ത. അവൾക്ക് ആകെ വിഷമമായി. ഒന്നും മറുത്തു പറയാതെ അവൾ തന്റെ കട്ടിലിൽ വന്ന് കിടന്നു. അന്നേ ദിവസം അവൾ കോളേജിൽ പോയില്ല. അന്ന് രാത്രി മഴ കനത്തു പെയ്തു. ആ മഴയുടെ കുളിരിൽ വിറകൊണ്ട് മരവിച്ചു എന്നല്ലാതെ അവൾക്ക് ഉറങ്ങാനേ കഴിഞ്ഞില്ല. എന്തോ ഒരു അലസമായ ചിന്ത അവളുടെ തലക്കുള്ളിൽ കിടന്നു പെരുത്തു. എന്നും സ്വയം കുത്തി നോവിക്കുന്ന അതേ വാക്കുകൾ തന്റെ നെഞ്ചിൽ അവൾ കുത്തിയിറക്കി. ആർക്കു വേണ്ടി, എന്തിനു വേണ്ടി ഈ ജീവിതം? അറിയാതെ അവളുടെ കണ്ണുനീർ മഴയിൽ അലിഞ്ഞു ചേർന്നു. പതിവ് പോലെ 8 മണിക്ക് 5 മിനിറ്റ് നേരം മുമ്പ് അവൾ ബസ് സ്റ്റോപ്പിലെത്തി. അന്നാണെങ്കിൽ ബസ്സിൽ ഒരു കാല് പോലും കുത്താൻ ഇടമില്ലായിരുന്നു. അവൾ ആ ആൾക്കൂട്ടത്തിൽ ഞെരിഞ്ഞമർന്നു. കുറെ സമയത്തിന് ശേഷമാണ് ശ്വാസം വിടാനൊരു അവസരം കിട്ടിയത്. കുറെ ആളുകൾ ഇറങ്ങി ബസ്സൊന്ന് കാലിയായി. അവൾക്കൊരു വിൻഡോ സീറ്റ് കിട്ടുകയും ചെയ്തു. ഇനിയുമുണ്ട് ഒരുപാട് ദൂരം. കഴിഞ്ഞ രാത്രിയിലെ ഉറക്കക്കുറവും ക്ഷീണവും കൊണ്ട് പാവം ഉറങ്ങിപ്പോയതറിഞ്ഞില്ല. തനുവിന്റെ സ്റ്റേഷനിലെത്തിയിട്ടും അവൾ അറിഞ്ഞില്ല. ഉടനെ അപ്പുറത്ത് നിന്നൊരു വിളി. ഹലോ,
ഇയാൾ ഇറങ്ങുന്നില്ലേ? തന്റെ സ്റ്റോപ്പായി. അവൾ ഞെട്ടി എണീറ്റു. അവൾ ആകെ ചൂളിപ്പോയി. പെട്ടെന്ന് മുഖത്തേക്ക് വീണ മുടി മാറ്റി കണ്ണിലെ കണ്ണട നേരെയാക്കി അവൾ ബാഗും എടുത്ത് പിടഞ്ഞെണീറ്റു. അവൾക്ക് ആകെ ഒരുമാതിരിയായി. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അനുഭവം. അവൾ ബസ്സിൽ നിന്നും പെട്ടെന്ന് ഇറങ്ങി നടന്നു. തനിക്ക് പറ്റിയ അബദ്ധം ആലോചിച്ച് അവൾ അവളുടെ തലക്ക് കുട്ടിക്കൊണ്ടിരുന്നു. അപ്പോഴതാ പിന്നിൽ നിന്നൊരു വിളി. എടോ സോഡ കുപ്പി, ഒന്ന് നിക്കടോ. തനു ഒന്ന് പതറി. പക്ഷെ തിരിഞ്ഞു നോക്കിയില്ല. തന്നെ ആവില്ല വിളിച്ചത്, മറ്റാരേലും ആകുമെന്ന് കരുതി. ദേ പിന്നെയും എടോ, തന്നെ. എടോ ഒന്ന് നിക്കടോ. അവക്കെന്തോ ഭയങ്കര പേടി തോന്നി. ഇയാൾ എന്തിനാ എന്നെ വിളിക്കുന്നേ? വെറുതെയുള്ള സമാധാനം കളയാനെന്ന് മനസ്സിൽ പറഞ്ഞ് അവൾ തിരിഞ്ഞു നോക്കാതെ നടന്നുകൊണ്ടിരുന്നു. അവൻ അവളോടായി സംസാരിക്കാൻ തുടങ്ങി. എടോ, താൻ എല്ലാരോടും ഇങ്ങനെ തന്നെയാണോ? എന്താണോ തന്റെ സ്വഭാവം ഇങ്ങനെ? തന്റെ ഉറക്കം കണ്ട് എനിക്ക് തോന്നി താൻ എണീക്കാൻ പോണില്ലെന്ന്. അതുകൊണ്ടാ ഞാൻ എന്റെ സ്റ്റേഷനിൽ പോലും ഇറങ്ങാതെ തന്നെ വിളിച്ചോണ്ടിരുത്താൻ നിന്നെ. ഇത് കേട്ട് തനുവിന്റെ മുഖം ചുവന്നു. എന്നെ വിളിച്ചോണ്ടാൻ ഞാൻ പറഞ്ഞിട്ടാണോ താൻ ഇവിടെ വരെ വന്നേ? തനിക്ക് എന്താ വേണ്ടേ? എന്നൊന്ന് വെറുതെ വിടോ. താൻ ഇളകാതെടോ. ഞാൻ ഇയാളെ പിടിച്ച് കെട്ടിയിട്ട പോലെയാണല്ലോ ഇയാളുടെ സംസാരം. എന്റെ പേര് ഇയാളെന്നോ അയാളെന്നോ അല്ല. പിന്നെ? ചെറുപ്പക്കാരൻ അവളുടെ മറുപടിക്കായി കാത്തു നിന്നു. തനുവിന് താൻ പറഞ്ഞത് അബദ്ധമായി തോന്നി. അതെന്തിനാ ഞാൻ തന്നോട് പറയുന്നേ? അത് ശരി, ഇപ്പൊ ഞാൻ ആരായി? എടോ താൻ പോയേ. തനു തിരിഞ്ഞു നോക്കിക്കൊണ്ട് പറഞ്ഞു. അവൻ അവളെ തന്നെ നോക്കി മിഴിച്ചു നിന്നുകൊണ്ടൊരു പാവ പറയുന്നത് പോലെ പറഞ്ഞു. എടോ, എന്റെ പേര് ഗോപൻ. ഗോപുന്ന അടുപ്പമുള്ളവർ വിളിക്കാം. തനു ഒന്നും മനസ്സിലാകാത്ത മട്ടിൽ നിന്നു. അവൻ പെട്ടെന്ന് ബോധോദയം സംഭവിച്ച പോലെ തിരികെ ഓടി. പിന്നീടെന്നും അവർ പരസ്പരം കണ്ടു. ഒരു ദിവസം ഗോപു തനു കോളേജിലേക്ക് പോകുന്ന വഴിയിൽ അവളെ കാത്തു നിന്നു. അവനെ കണ്ടപ്പോൾ അവൾക്ക് ആകെ പരിഭ്രമമായി. അവൾ പതിയെ അതിലെ നടന്നു. അവൾ അവനെ കണ്ടതായി നടിച്ചില്ല, നടന്നുകൊണ്ടിരുന്നു. അവൾ കടന്നു പോകാൻ ഒരുങ്ങിയതും പുറകിൽ നിന്നൊരു വിളി. എടോ എനിക്ക്. അവൾ അറിയാതെ ഒന്ന് തിരിഞ്ഞു. എന്നിട്ട് ഒരു തമാശ കേട്ട മട്ടിൽ തിരിഞ്ഞു നടന്നു. ഗോപന് ദേഷ്യം അരിച്ചു കയറി. എടോ താനെന്താ എന്നെ കണ്ടതുപോലെ നടിക്കാത്തെ? അവൻ മൗനിയായി. തനുവിന് എന്തോ വലിയ വിഷമം തോന്നി. അവൾ തിരിഞ്ഞു കൊണ്ട് പറഞ്ഞു. എടോ, സിനിമയിൽ കാണുന്ന പോലെയല്ല, ഇത് ജീവിതമാണ്. ഞാനും താനും സെറ്റാകുന്ന എനിക്ക് തോന്നുന്നില്ല. വെറുതെ സമയം കളയണ്ട. ഗോപൻ ഒരു നിമിഷം മിണ്ടാതെ നിന്നു. എന്നിട്ട് അവളോടായി പറഞ്ഞു. ഓ ശരി, ലോകത്ത് വേറെ പെണ്ണില്ലാഞ്ഞിട്ടാണോ ദൈവമേ ഞാൻ ഈ സോഡാ കുപ്പീനെ നോക്കി നടക്കണേ? ഞാൻ പോണു. താന് ചെറുതായി ഒന്ന് മന്ദഹസിച്ചു. എന്നിട്ട് പറഞ്ഞു. എടോ, അത് തന്നെയാ, വേറെ പെണ്ണില്ലാഞ്ഞിട്ടാ താൻ ഈ തീരസാഗരത്തിന്റെ പിന്നാലെ സമയം കളയുന്നേ? ഓ, അതെനിക്കങ്ങ് ബോധിച്ചു. താൻ മതി. തന്റെ ഈ തീരസാഗരത്തിൽ ഞാനും ഒന്ന് ഓടിയിട്ട് നോക്കട്ടെടോ. അവൻ അവളെ നോക്കി ചിരിച്ചുകൊണ്ട് നടന്നകന്നു. അറിയാതെ അവളുടെ കവിളുകളും ചുവന്നു. അതിലൂടെ ഭംഗിയാർന്ന നുണക്കുഴി വിരിഞ്ഞു. കോളേജിലെ പ്രൊജക്ടിന്റെ പണിക്കിടയിൽ സമയം പോയതറിഞ്ഞില്ല. തനു പേടിച്ചു വിറച്ചു. അച്ഛൻ എങ്ങാനും അറിഞ്ഞാൽ. അവൾ നേരെ ബസ് സ്റ്റോപ്പിലേക്ക് ഓടി. ഒരുപാട് നേരം കഴിഞ്ഞു. ഒരു ബസ് പോലും വന്നില്ല. അവൾ ആകെ വിളറി വെളുത്തു. ദൈവമേ, എനിക്ക് പേടിയാകുന്നു. എന്താ ഞാൻ ചെയ്യാ? മണി 6 കഴിഞ്ഞു ബസ് കിട്ടിയപ്പോ. ഇനി വീടെത്താൻ നല്ലോണം വൈകും. അവൾ പിടഞ്ഞ് ബസ്സിൽ കയറി. തിരക്കോട് തിരക്കായിരുന്നു ബസ്സിൽ. ബസ്സിന്റെ ബാക്കിലായാണ് അവൾക്ക് നിൽക്കാനിടം കിട്ടിയത്. തന്നെ ഒരുമാതിരി നോക്കി ചില ആൾക്കാരെ കണ്ടവൾ ഭയന്നു. ദൈവമേ, എന്തു ചെയ്യും? പെട്ടെന്നാണ് ആരോ അവളുടെ അരികിലേക്ക് ചേർന്ന് നിന്നത്. അവൾ ആകെ പരിവശയായി. എന്തു ചെയ്യും ഞാൻ? അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. ഭയന്ന് വിറച്ച് ആ നിപ്പങ്ങ് നിന്നു. ആ നിമിഷം ഒരു കണക്കിന് അവൾ ഊളിയിട്ട് സ്ത്രീകൾ ഇരിക്കുന്നിടത്തേക്ക് രക്ഷപ്പെട്ടു. വീടെത്തിയപ്പോഴേക്കും അച്ഛൻ അവളെയും കാത്ത് വാതിൽക്കൽ നിപ്പുണ്ടായിരുന്നു. അവൾ തല താർത്ത് നടന്നു. നിക്കവിടെ, നീ എവിടായിരുന്നു? അത് അച്ഛാ, എന്റെ പ്രൊജക്റ്റ്. തന്നെ സ്വരം താഴ്ത്തി പറഞ്ഞു. ഹേ, പൊടുന്നനെ കരണം പുകയ്ക്കുന്ന അടി കിട്ടി. ഏതവന്റെ കൂടെ തെണ്ടാൻ പോയതാടി? അവൾ കരഞ്ഞുകൊണ്ട് മുറിയിലേക്ക് ഓടി. അന്നും അച്ഛനും അമ്മയും പൊരിഞ്ഞ അടിയായിരുന്നു. പണ്ടേ അതങ്ങനെയാ. അമ്മ മക്കൾക്ക് വേണ്ടി അച്ഛനുമായി അടിയുണ്ടാക്കും. അവസാനം ഇരുന്ന് കുറേ കരയും. അവൾക്ക് ഉറങ്ങാനേ കഴിഞ്ഞില്ല. അമ്മയുടെ കരച്ചിൽ അവളുടെ കാതുകളിൽ തുളഞ്ഞു കയറി. അടുത്ത പുലരി വിരിഞ്ഞു. പുലർച്ചെ 6 മണിക്കുള്ള ബസ്സിൽ ആരോടൊന്നും പറയാതെ അവൾ കയറിയിരുന്നു. മരവിച്ച ഹൃദയം പേറി അവളിരുന്നു. കോളേജിന്റെ മുന്നിലെ സ്റ്റോപ്പിലാണ് അവൾ ഇറങ്ങിയത്. കുറച്ചു ദൂരം നടക്കാമെന്ന് കരുതിയാണ് അങ്ങനെ ചെയ്തത്. പക്ഷേ അവൾക്ക് തീരെ ശക്തിയില്ലായിരുന്നു. കഴിഞ്ഞ ദിവസം ഉച്ച തൊട്ട് അവളൊന്നും കഴിച്ചില്ലായിരുന്നു. അവൾ വേച്ച് നടന്നു. കുറച്ചു ദൂരം നടന്നപ്പോഴേക്കും അവൾ ആകെ തളർന്ന് കണ്ണിലൊരു വല്ലാത്ത വെളിച്ചം കയറുന്നതായി അവൾക്ക് തോന്നി. താൻ വീഴുകയാണെന്ന് അവൾക്ക് മനസ്സിലായില്ല. അവൾ ആ പാതയിൽ ഒരു ബെഞ്ചിൻ പുറകിലായി തല കറങ്ങി വീണു. കുറെ സമയം അതിലെ അധികം ആരും വന്നില്ല. വന്നവരാരും തനുവിനെ കണ്ടതുമില്ല. അങ്ങനെ അവൾ സ്ഥിരം വരാറുള്ള ബസ്സെത്തി. അതിൽ നിന്നും ഗോപു പുറത്തിറങ്ങി. അവൻ ഫോണിൽ സംസാരിച്ചുകൊണ്ട് നടന്നുകൊണ്ടിരുന്നു.
അതിനിടയിൽ അവൻ ആ ബെഞ്ചിൽ ഒരു നിമിഷം ഇരുന്നു. ഫോൺ ഓഫ് ചെയ്ത് അവൻ എണീറ്റതും ചലനമറ്റ തനുവിനെ കണ്ടവൻ ഞെട്ടി. അവൻ പെട്ടെന്ന് അവളെ എടുത്ത് പൊക്കി ബെഞ്ചിൽ കിടത്തി. ചലനമില്ലാതെ അവശയായ അവളെ കണ്ടതും ഗോപുവിന് വല്ലാത്ത സങ്കടം തോന്നി. അവൻ നിലത്ത് വീണുടഞ്ഞ് അവളുടെ കണ്ണട കുനിഞ്ഞെടുത്തു. എന്നിട്ട് അവളെ മെല്ലെ വിളിച്ചു. എടോ, താൻ എന്താടോ ഇത്? എണീക്കടോ. പേടികൊണ്ട് അവന്റെ ശബ്ദം വിറക്കുന്നുണ്ടായിരുന്നു. അവൻ അവളുടെ കവിളിൽ തട്ടി വിളിച്ചു. എടോ സോഡ കുപ്പി. കവിളിലെ ചുവന്ന പാട് അപ്പോഴാണ് അവൻ ശ്രദ്ധിച്ചത്. അവന് ഭയങ്കര വിഷമം തോന്നി. അവൻ ബാഗിൽ നിന്ന് വെള്ളമെടുത്ത് അവളുടെ മുഖത്ത് തെളിച്ചു. അവൾ ഉണർന്നില്ല. അവൻ തനുവിനെ വിളിച്ചുകൊണ്ടിരുന്നു. കുറച്ചു നിമിഷങ്ങൾക്കു ശേഷം അവൾ കണ്ണു തുറന്നു. പരിഭ്രാന്തിയോടെ പെട്ടെന്ന് ഗോപുവിൽ നിന്നും കുതറിമാറി. ഗോപു ഒരു കള്ളച്ചിരിയോടെ അവളെ നോക്കി. ഇയാൾ ആകെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ. ഇന്നലെ ഇവിടെ കിടന്നാണ് ഉറങ്ങിയത്. അവനൊരു ചിരി പാസാക്കി. പിന്നീട് അത് അവൾക്ക് രസിച്ചില്ലെന്ന് അവന് തോന്നി. അവളൊന്നും മിണ്ടാതെ ബാഗും എടുത്ത് പൊട്ടിയ കണ്ണട ഒന്ന് നേരെ വെച്ച് മുന്നോട്ടോടി. ദേ കിടക്കണോ. വീണ്ടും മുഖമടിച്ച് നിലത്ത് വീണു. ഗോപു ഓടിച്ചെന്ന് അവളെ താങ്ങി. വീണ്ടും ബോധം പറ്റിയിരിക്കുന്നു അവളിൽ. അവൻ കിട്ടിയ ഓട്ടോ പിടിച്ച് ആശുപത്രിയിലേക്ക് ഓടി. ഞാനിത് എവിടെയാ? തനുവിനൊരൊത്തും പിടിയും കിട്ടിയില്ല. അടുത്തിരിക്കുന്ന ചെറുപ്പക്കാരന്റെ നിഴൽ മാത്രം കാണാം. എന്റെ ഗ്ലാസ് എവിടെ? ഗോപു വേഗം ഗ്ലാസ് എടുത്ത് അവൾക്ക് വെച്ചു കൊടുത്തു. ഗോപുവിനെ കണ്ടതും അവൾ ഒന്ന് പേടിച്ചു. താനെന്താ ഇവിടെ? അല്ല, ഞാനെന്താ ഇവിടെ? പെട്ടെന്ന് തനുവിന്റെ അച്ഛനും അമ്മയും അവിടെ എത്തി. അച്ഛൻ ദേഷ്യത്തിലായിരുന്നു. പക്ഷേ ഗോപുവിനെ കണ്ടതും അദ്ദേഹം അവന്റെ അടുത്തേക്ക് വന്നു. ഗോപ, നീ എങ്ങനെ ഇവിടെ? അത് കണ്ട് തനുവും ഞെട്ടി. അച്ഛൻ എങ്ങനെ ഗോപുവിനെ അറിയാം എന്നവൾ ചിന്തിച്ചു. ആ അങ്കിൾ, ഞാൻ അതിലെ പോയപ്പോ ഇയാൾ നിലത്ത് കിടക്കുന്നു, ഒരു ബോധമില്ലാതെ. അപ്പോ ഇങ്ങോട്ട് കൊടുന്നു. ഹാവൂ, മോനായത് ഭാഗ്യം. ഇവൾക്ക് എന്തെങ്കിലും പറ്റിയിരുന്നേ? അത്യാവശ്യം അങ്കിൾ എന്നെ പറ്റിക്കുന്നുണ്ടല്ലോ. ഗോപു തല ചൊറിഞ്ഞുകൊണ്ട് പതിയെ പറഞ്ഞു. എന്താ, നീ എന്തേലും പറഞ്ഞോ? ഏയ് ഇല്ല അങ്കിൾ, എന്റെലല്ലേ ഇവളെ കിട്ടിയതെന്ന് പറയായിരുന്നു. തനുവും അവനും ഒന്ന് ഊറിച്ചിരിച്ചു. മോളെ, ഞാൻ നിനക്ക് ഇവനെ പരിചയപ്പെടുത്തിയില്ലല്ലോ. ഇത് ഗോപൻ, എന്റെ ചങ്ങാതി ഇന്ദ്രന്റെ മോനാ. മോളെ ഇവനെ ഇഷ്ടാണെന്ന് എന്നോട് പറഞ്ഞിരുന്നു. സമയമാവുമ്പോ ഞാൻ തന്നെ നിന്റെ അടുത്ത് അറിയിക്കാന്ന് കരുതിയിട്ടാ. നിനക്ക് ഇഷ്ടാണെങ്കിൽ മാത്രം മതി. അങ്കിളെ, എന്നാലും ഈ കവിളിങ്ങനെ അടിച്ചു പൊളിക്കണ്ടായിരുന്നു. നിനക്ക് തരുന്നവരെ ഇവൾ എന്റെ അടി കണ്ടോണ്ടിരിക്കും. എന്തേ? അവരെല്ലാവരും ചിരിച്ചു. തനുവിന്റെ മുഖം തെളിഞ്ഞു. കുറെ കാലങ്ങൾക്ക് ശേഷം അവളും മനസ്സറിഞ്ഞ് ചിരിച്ചു.